വെൽക്കം ദേവി ചേച്ചി. ദേവി, ഈ ഒരു എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ സാധാരണഗതിയിൽ ഇതുവരെ ദേവി വരുന്നത് വരെയും വന്നിട്ടുള്ള ഒരു മറ്റൊരു മ്യൂസിക്കിലാണ് വരാറ്. അതെ. അപ്പൊ ഇതിന്റെ സംവിധായകനോട് ചോദിച്ചപ്പോൾ പെർഫോമൻസ് വരുന്ന മ്യൂസിക് വെച്ച് കൊടുക്കും, കാരണം ദേവി അതിന് ഭംഗിയായിട്ട് ഡാൻസ് കളിക്കും അറിയാന്ന് പറഞ്ഞു. ഈ പാട്ടില് ഇത്രയും ഭംഗിയായിട്ട് ഡാൻസ് കളിക്കാൻ നിന്നാണ് ഇത്രയും നാളായിട്ട് എനിക്ക് മനസ്സിലായത്. അല്ല, ഈ എക്സലൻസ് സ്റ്റെഫിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റെഫിക്ക് ഏതാണ്ടൊക്കെ അറിയാം, പക്ഷെ സ്റ്റെഫിക്ക് ആളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. സ്റ്റെഫി പോലെ സ്റ്റെഫി അല്ല, കൂടെ നിൽക്കുന്ന ആളുടെ ഒരു എനർജി കളിക്കാൻ പറ്റുന്നു. അതെ, ദേവി അതിന്റെ ചില പ്രത്യേക സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടുന്ന ഒരു സാധനം, അത് വളരെ നന്നായിരുന്നു. ദേവി താമസിക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ട്രെയിൻ കയറി ഷൊർണൂർ പോയി, ശനിയും ഞായറും കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിച്ചിട്ട് ഞായറാഴ്ച വൈകുന്നേരം ട്രെയിൻ കയറി തിരിച്ച് ആലപ്പുഴ വന്ന് 5 ദിവസം കോളേജിൽ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പോയിട്ട് അങ്ങനെ വർഷങ്ങളോളം പോയി പഠിച്ച് ഏതോ ഒരു റാങ്ക് മേടിച്ചിട്ടുണ്ട്. ഭരതനാട്യത്തിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഭരതനാട്യത്തിൽ BA-ക്കും MA-ക്കും ഫസ്റ്റ് റാങ്ക് ഉള്ള ആളാണ് ദേവി അന്തന എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോയാൽ ഈ ദേവി എന്ന് പറയുന്നത് ഒരു 3 സ്കിറ്റിലുണ്ടാവും. ഈ സ്കിറ്റ് കഴിഞ്ഞാൽ വിത്ത് ഇമീഡിയറ്റ് എഫക്ട് അടുത്ത ഡാൻസിലുണ്ടാവും. ഇവർ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ സ്കിറ്റും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഡാൻസും എല്ലാ ഏരിയയിലും വളരെ ആക്റ്റീവായിട്ട് 2-2.5-3 മണിക്കൂർ ഷോയില് ഒരു പരിഭവങ്ങളുമില്ലാതെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദേവി. വളരെ വളരെ ആത്മാർത്ഥമായിട്ട്. ദേവിയുടെ അനിയൻ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള കൂടിയാട്ടം എന്ന് പറയുന്ന അതിന്റെ എന്തെങ്കിലും റാങ്ക് ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുള്ള ഒരുത്തനാണ് ദേവിയുടെ അനിയൻ എന്ന് പറയുന്നത്. അവൻ വലിയ കൂടിയാട്ടം കലാകാരനാണ് ദേവിയുടെ അനിയൻ. അനിയന്റെ പേര് ചാരു അഗരു. ഞാൻ പണ്ട് ഈ ഫോൺ ഇത് വിളിച്ചു പറയുന്ന സമയം തുടങ്ങിയല്ലോ. നമ്മുടെ ഫോൺ ചിലപ്പം നമ്മുടെ ബിജു കോളിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ കട്ടിലേക്ക് കിടന്ന് ഈ മരണം എപ്രോളം കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കോളിംഗ് ഫോൺ ഇത് ആരടാ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറയാനും പറ്റുന്നില്ലാത്തൊരു പേരുമായിട്ട് വന്നെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അനിയൻ. ദേവി എപ്പോഴാണ് ഈ ക്ലാസിക്കൽ ഡാൻസിൽ നിന്നും കോമഡി എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ അറിയുന്നത്, അത് എവിടെയായിരുന്നു? അതിന്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് KS പ്രസാദിനാണ്. കാരണം ഞങ്ങള് കൊച്ചിൻ ഗിന്നസിന്റെ ഒരു പ്രോഗ്രാമിന് എന്നെ ഡാൻസർ ആയിട്ടാണ് വിളിക്കുന്നത്. അതിലൊരു കാര്യമുണ്ട്, ഈ KS പ്രസാദിന്റെ ഗിന്നസിൽ പോയി കഴിഞ്ഞാല് ഇപ്പൊ ഷെർവാണി ഇട്ട് വന്ന് പാടിയിട്ട് പോയവൻ കുറച്ച് കഴിയുമ്പോ സ്കിറ്റിൽ വന്നിട്ട് കളിക്കും. അത് മാത്രല്ല, എന്റെ കൂടെയുള്ള ശിവനില്ലേ, അവന് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി സാറിന്റെ ഡ്യൂപ്പായിട്ട് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്. ഞാൻ പാട്ട് വരെ പാടിയിട്ടുണ്ട്. അതിലും വലുത് ഇനി ഒന്നും സംഭവിക്കാനില്ല ഒരു സ്റ്റേജ് ഷോയിൽ. രണ്ടുപേരും കേൾക്കണം. അതെ, ഞാനത് ഞാനും ഈ എക്സലൻസ് അവാർഡ് തിരിച്ചു മേടിക്കത്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ പാടും. രണ്ടുപേരും പാടിക്കാൻ നോക്കട്ടെ. ഗജവദന കരുണാ സദന ഗജവദന കരുണാ സദന ശങ്കര ബാല ലംബോദര സുന്ദര ഗജവദന കരുണാ സദന ശങ്കര